കേവലം സൗജന്യങ്ങൾക്കപ്പുറം വലിയ സാമ്പത്തിക അവസരങ്ങളും ലോക നിലവാരമുള്ള പൊതുസേവനങ്ങളും ആഗ്രഹിക്കുന്ന കേരളത്തിലെ ജനങ്ങളുടെ പ്രതീക്ഷകൾക്ക് നിലവിലെ സംസ്ഥാന ഖജനാവിന്റെ അവസ്ഥ തിരിച്ചടിയാകുന്നുണ്ട്. ജനങ്ങൾ നൽകിയ ഭരണാധികാരത്തെ പൂർണ്ണമായി പിന്തുണയ്ക്കാൻ തക്കവണ്ണം ശക്തമല്ല സംസ്ഥാനത്തിന്റെ ധനസ്ഥിതിയെന്ന് വ്യക്തമാക്കുകയാണ് കേരളത്തിന്റെ സാമ്പത്തിക അവസ്ഥ സംബന്ധിച്ച പുതിയ റിപ്പോർട്ട്. വരുമാനവും ചെലവും തമ്മിലുള്ള ആഴമേറിയ ഘടനാപരമായ അസന്തുലിതാവസ്ഥ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് നയിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ വരും വർഷങ്ങളിൽ സംസ്ഥാനം സ്വീകരിക്കേണ്ട സാമ്പത്തിക നയങ്ങളെയും അതിനുള്ള പരിഹാര മാർഗങ്ങളെയും കുറിച്ച് റിപ്പോർട്ടിന്റെ 7-ാം അധ്യായത്തിൽ വിശദമായി പ്രതിപാദിക്കുന്നു. കേരളം നേരിടുന്ന സാമ്പത്തിക സമ്മർദ്ദം താൽക്കാലികമല്ലെന്നും കഴിഞ്ഞ ഒരു ദശകത്തിലേറെയായി രൂപപ്പെട്ടുവന്ന തകരാറുകളുടെ പ്രതിഫലനമാണെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. 2025-26 ബജറ്റ് കണക്കുകൾ പ്രകാരം സംസ്ഥാനത്തിന്റെ മൊത്തം കടബാധ്യത 5.07 ലക്ഷം കോടി രൂപയാണ്. ഇത് സംസ്ഥാനത്തിന്റെ ആകെ ആഭ്യന്തര ഉൽപാദനത്തിന്റെ 35.5%. ദേശീയ ശരാശരിയായ 29.2%-ത്തേക്കാൾ വളരെ ഉയർന്ന നിരക്കാണിത്. സംസ്ഥാനത്തിന്റെ ആകെ വരുമാനത്തിന്റെ 77% ശമ്പളം, പെൻഷൻ, പലിശ എന്നിവ നൽകാനായി മാത്രം മാറ്റിവെക്കേണ്ടി വരുന്നു. ഇതിൽ പലിശ ഇനത്തിൽ മാത്രം 20.9% മാത്രം വരുമാനം നഷ്ടപ്പെടുന്നുണ്ട്. തന്മൂലം വികസന കാര്യങ്ങൾക്കായി വിനിയോഗിക്കാൻ കേവലം 23% തുക മാത്രമാണ് സർക്കാരിന്റെ പക്കൽ അവശേഷിക്കുന്നത്. മറ്റ് മുൻനിര സംസ്ഥാനങ്ങൾ തങ്ങളുടെ ആഭ്യന്തര ഉൽപാദനത്തിന്റെ 3.09% മൂലധന രൂപീകരണത്തിനായി ചെലവഴിക്കുമ്പോൾ കേരളത്തിന് ഇത് കേവലം 1.3% മാത്രമാണ്. ബജറ്റിന് പുറത്തു നിന്നുള്ള വായ്പകൾ വഴി വികസനം നടപ്പിലാക്കാൻ രൂപീകരിച്ച കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് ഇന്ന് സംസ്ഥാനത്തിന്റെ മറ്റൊരു സാമ്പത്തിക വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. കിഫ്ബിയുടെ വായ്പകൾ സംസ്ഥാനത്തിന്റെ മൊത്തം വായ്പാ പരിധിക്കുള്ളിൽ കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തിയതോടെ സർക്കാരിന്റെ നേരിട്ടുള്ള വായ്പാ ശേഷി ഗണ്യമായി കുറഞ്ഞു. കൂടാതെ കിഫ്ബി വഴിയുള്ള പദ്ധതി വിതരണത്തിൽ തന്ത്രപരമായ മുൻഗണനയേക്കാൾ രാഷ്ട്രീയ താൽപര്യങ്ങളാണ് പ്രതിഫലിച്ചതെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. മറ്റൊരു വലിയ ബാധ്യത സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്. 2024-25 ഇവയുടെ സഞ്ചിത നഷ്ടം 78,851 കോടി രൂപയായി ഉയർന്നു. ചെലവ് ചുരുക്കൽ കൊണ്ട് മാത്രം പരിഹരിക്കാൻ കഴിയുന്ന പരിധിക്കപ്പുറമാണ് ഇന്നത്തെ പ്രശ്നങ്ങൾ. റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന നിർദ്ദേശങ്ങൾ: സ്വകാര്യ സഹകരണ നിക്ഷേപങ്ങൾ. വികസന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പണമില്ലാത്ത സാഹചര്യത്തിൽ സ്വകാര്യ നിക്ഷേപങ്ങളെയും സഹകരണ മേഖലയിൽ നിന്നുള്ള നിക്ഷേപങ്ങളെയും നിരുപാധികം പ്രോത്സാഹിപ്പിക്കണം. ഇതിനായി നിലവിലുള്ള തൊഴിൽ ഭൂമി നിയമങ്ങളിലും ഭരണപരമായ പ്രക്രിയകളിലും കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തണം. ഊർജ്ജ മേഖലയിലെ മാറ്റങ്ങൾ കേരളത്തിന്റെ ഭാവി വികസനം വലിയ വളർച്ച പ്രതീക്ഷിക്കുന്ന പുത്തൻ മേഖലകളെ ആശ്രയിച്ചിരിക്കുന്നു. ഇതിന് തടസ്സമില്ലാത്ത വൈദ്യുതി ലഭ്യത അനിവാര്യമായതിനാൽ ഊർജ്ജ മേഖല സ്വകാര്യ നിക്ഷേപങ്ങൾക്കായി തുറന്നുകൊടുക്കാൻ സർക്കാർ തയ്യാറാകണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേവലം തങ്ങളുടെ നിർബന്ധിത ചുമതലകളിൽ ഒതുങ്ങാതെ വ്യവസായങ്ങളും സംരംഭങ്ങളും വളർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കണം. വികസനാവശ്യങ്ങൾക്കായി വിപണിയിൽ നിന്ന് വായ്പകൾ സമാഹരിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് നൽകണം.